ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റ് ഓഫ് ഹോമിൻ്റെ ഒരു പുത്തൻ പുതിയ വീഡിയോയുമായി ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത് ഒരു നെയ്മീൻ കറി വെച്ചാലോ? കപ്പയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു നെയ്മീൻ കറി വെക്കാവേ. അതിനുവേണ്ടി നമുക്ക് നല്ല നെയ്മീൻ കിട്ടിയിട്ടുണ്ട്. അതിന് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കൂടുതൽ വെളുത്തുള്ളി, നന്നായിട്ട് കരിയാപ്പിലയും, കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു. എണ്ണയ്ക്കകത്ത് ഉലുവയിട്ട് പൊട്ടിയപ്പോൾ ഒരു അര സ്പൂണ് കടുക് കൂടി ചേർത്ത് കൊടുത്തു. കടുക് പൊട്ടി വന്നപ്പോഴത്തേക്കും ഇഞ്ചി ഇട്ട് കൊടുത്തു, ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ്. ഇഞ്ചി വഴന്ന് വരാൻ തുടങ്ങുമ്പോഴത്തേനും വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ ചുമന്നുള്ളി, ചെറിയുള്ളി എന്തെങ്കിലും വേണമെങ്കിൽ ചേർക്കാം. പക്ഷേ നമ്മൾ നെയ്മീൻ കറിയൊക്കെ വെക്കുമ്പോൾ കൂടുതൽ ദിവസം 2 ദിവസമൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ ഈ ഉള്ളി ചേർത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഉള്ളി ചേർത്തില്ലെങ്കിലും ടേസ്റ്റാണ് ഇത്. കറി അങ്ങനെ വെച്ചാലും നല്ലതാണ്. അതിന് റെഡിയായി വരുമ്പോൾ നമുക്ക് ഒരു വലിയ ഒരു സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി എണ്ണയിൽ കിടന്ന് ചെറുതായി ബ്രൗൺ നിറമായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 സ്പൂൺ മുളക് പൊടി, അതിനകത്ത് 1 സ്പൂണ് കാശ്മീരിയാണ്, 1.5 സ്പൂണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ്. അത് രണ്ടും കൂടെ ചേർത്ത് ചെറുതീയെ തന്നെയാണ്, തീ ഒട്ടും കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. അതിലേക്കൊരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രേവിയായി വരുമ്പോഴത്തേനും പിന്നെ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് വെള്ളം ഒന്നിച്ച് ഒഴിച്ചാൽ ഈ കറിക്ക് നമ്മൾ വിചാരിക്കുന്ന അത്ര കൊഴുപ്പ് കിട്ടിയില്ല. നമ്മൾ എത്ര പൊടി ചേർത്താലും ഒന്നിച്ച് വെള്ളം ഒഴിച്ച് വെച്ചാൽ അതിൽ ഒരു കൊഴുപ്പുണ്ടാവില്ല. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കറി വെന്ത് കഴിയുമ്പോൾ നമുക്ക് ചാറിന് ഒരു ഭംഗി ഉണ്ടാവില്ല, ടേസ്റ്റും കുറവായിരിക്കും. അതിലേക്ക് നമുക്കൊരു 3 കഷ്ണം നല്ല കുടമ്പുളി കഴുകിയിട്ടിടാം. ആവശ്യമുള്ള കല്ലുപ്പിട്ട് കൊടുക്കാം. അതങ്ങ് തിളയ്ക്കട്ടെ. തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇന്നത് ഇൻഡാലിയത്തിൻ്റെ ഒരു ചീനച്ചട്ടിക്കകത്ത് ഇത് വെച്ചേക്കുന്നത് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ ചട്ടിക്കകത്ത് നേരിട്ട് സ്റ്റവ് വെക്കുമ്പോൾ ചട്ടി വേഗം പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഈ കഴുകി വൃത്തിയാക്കി വെച്ച മീനിലേക്ക് ഈ റെഡിയാക്കി വെച്ച അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചെറുങ്ങനെ കുലുക്കി ഇതാക്കിയാൽ മതി. തവി ഇട്ട് ഇളക്കുമ്പോൾ മീൻ കറിക്കകത്ത് തവി ഇട്ട് ഇളക്കിയാലൊരു ഗുണം ഉണ്ടാവില്ല, അതൊന്നെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നടുക്കൊന്ന് നമുക്കൊന്ന് പുളിയൊക്കെ താത്തി ഇട്ട് കൊടുത്ത് ആ വെള്ളത്തിൽ കിടന്ന് കറക്റ്റായിട്ട് ചെറിയ തീ മതി. ഫസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ പിന്നെ തീയെല്ലാം സിമ്മിലിട്ടാൽ മതി. എന്നിട്ടൊന്ന് മൂടി വെച്ച് ആവശ്യമുള്ള കരിയാപ്പിലയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഉപ്പും പുളിയും എരിവുമൊക്കെ നോക്കണം. പിന്നെ എന്ത് കറി വെച്ചാലും എന്ത് ഭക്ഷണം നമ്മൾ പാകം ചെയ്യാൻ വേണ്ടി അടുപ്പത്ത് വെച്ചാലും അത് വെച്ച് ചെങ്ങും പോകരുത്. ചോറൊക്കെ അടുപ്പത്തിട്ട് പോകുന്ന പോലെ നമ്മൾ കറികളൊന്നും വെച്ചാൽ സ്റ്റൗവിൽ വെച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോകരുത്. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ നോക്കണമെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കറി വെന്ത് വരുള്ളൂ. അല്ലെങ്കിൽ പറ്റിപ്പോവും, അല്ലെങ്കിൽ ലൂസായി പോവും. ഇപ്പം നമ്മളതിനകത്ത് പിന്നെയും കരിയാപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കരിയാപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അത് മൂടി വെക്കാം. അപ്പോഴത്തേനും കറി ഏകദേശം നല്ല റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല കപ്പ വേവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കപ്പയും നെയ്മീൻ കറിയും കൂടെ കഴിക്കാം. എല്ലാവരും ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ എന്നോട് പറയണേ. ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ 2 ദിവസമൊക്കെ കേടുകൂടാതിരിക്കും. ചൂടാക്കി വെക്കുകയൊന്നും വേണ്ട. അപ്പോൾ നമ്മുടെ കപ്പയും നെയ്മീൻ കറി റെഡിയായി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. താങ്ക് യു.